ബാലു, ഇപ്പോ AC ഒരു വാഹനം പലരും ധരിക്കുന്നു. ഇപ്പൊ ഒരു എഞ്ചിൻ നമ്മൾ 1,00,000 കിലോമീറ്റർ ഓടുമ്പോൾ മാറ്റും, അല്ലെങ്കിൽ കംപ്ലൈന്റ് വരുന്നു, അല്ലെങ്കിൽ പക്ഷെ ഒരു എഞ്ചിനേക്കാൾ എന്റെ വിശ്വാസത്തിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ് ഒരു AC യുടെ കംപ്രസർ. കാരണം ഒരു വാഹനം എത്ര റൺ ചെയ്യുന്നുണ്ട് അത്ര തന്നെ റൺ ചെയ്യുന്ന ഒരു കോമ്പണന്റ്. അതെ, പക്ഷെ എഞ്ചിന് സപ്പോർട്ടീവ് ആയിട്ട് ഒരു റേഡിയേറ്റർ ഉണ്ട്, ഒരുപാട് സംവിധാനം ഉണ്ട്. പക്ഷെ അത്രയൊന്നും സപ്പോർട്ടീവ് അല്ലാത്ത, അല്ലെങ്കിൽ സപ്പോർട്ട് സംവിധാനം ഇല്ലാത്ത ഒരു മെക്കാനിക്കൽ പാർട്സ് ആയിട്ടാണ് എനിക്ക് എപ്പോഴും AC എനിക്ക് തോന്നാറുള്ളത്. ഇൻഫാക്ട് ഒരു പോയിന്റ് വരെ അത് കറക്റ്റ് ആണ്. പക്ഷെ അത് അതുപോലെ വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു കോമ്പണന്റ് ആണ്. ഏത് ഹീറ്റിലും ഇത്രയധികം എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിൽ ഇതിന്റെ ഒപ്പം ഇരുന്ന് കണ്ടിന്യൂസ്ലി അതേപോലെ ഹീറ്റിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കോമ്പോണന്റ് ആണ് കംപ്രസർ എന്ന് പറയുന്നത്. കംപ്രസർ ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കോമ്പോണന്റ് ആണ്, പക്ഷെ ഭയങ്കര റിലയബിൾ ആണ്. ബട്ട് ഫെയിലിയർ റേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറേഴ്സ് വളരെ കുറവാണ്. പക്ഷെ അവരുടെ തന്നെ ചില വണ്ടികളിൽ വളരെ റിലയബിൾ ആണ്, പക്ഷെ ചില വണ്ടികളിൽ അത്ര അതിന്റെ ഒരു പകുതി പോലും റിലയബിൾ അല്ലാതെ വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പൊ നമുക്കറിയുന്ന പേര് പറയേണ്ട പല ബ്രാൻഡുകളുണ്ട്. നമ്മൾ ഇതിന്റെ അകത്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്കറിയാം അതിന്റെ സെയിം ഒരു സാധാരണക്കാരന് കണ്ടെത്താൻ പറ്റാത്ത കോപ്പി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സാധാരണക്കാർക്ക് മാത്രമല്ല സർ, ചിലപ്പോൾ നമുക്ക് കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. കാരണം റെപ്ലിക്ക മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് അവൈലബിൾ ആണ്. ആ റെപ്ലിക്കയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനലിനെ വെല്ലുന്ന ക്വാളിറ്റിയിലാണ് റെപ്ലിക്ക വരുന്നത്. സെയിം മാനുഫാക്ചറിന്റെ ലോഗോ, പ്രിന്റ് വിത്ത് QR കോഡ് വരെ വെച്ചിട്ടാണ് ഈ കോമ്പോണന്റ് വരുന്നത്. സോ പെട്ടെന്ന് അത് നമുക്ക് കണ്ടുപിടിക്കാന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ നമ്മൾ ഇപ്പൊ ഇവിടെ എടുക്കുന്നത് നമുക്ക് ഈ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറിന്റെ ഓത്തറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, അവര് നമുക്ക് സപ്ലൈ. സോ അതിനാണ് നമ്മൾ കൂടുതലും റിലൈ ചെയ്യുന്നത്. ഇതല്ലാതെ നമ്മൾ ഒരു AC കംപ്രസർ മാറിയാൽ എഞ്ചിന്റെ കൂടെ വർക്ക് ചെയ്യുക എന്നതുകൊണ്ട് തന്നെ നല്ലൊരു പാർട്സ്, അല്ലെങ്കിൽ കംപ്രസർ മാത്രമല്ല അതിന്റെ കൂടെയുള്ള ബാക്കിയുള്ള കംപ്രസർ ജനറലി കംപ്രസർ ഫെയിലിയർ ആകുമ്പോൾ പലപ്പോഴും എല്ലാവരും ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രസർ മാത്രം മാറും. അതൊരു കോസ്റ്റ് സേവ് ചെയ്യാന്നുള്ള ഒരു മെത്തേഡിലാണ്. നമ്മളിവിടെ ജനറലി വന്നു കഴിഞ്ഞാൽ കണ്ടൻസർ, കൂളിംഗ് കോയിൽ ഇതെല്ലാം കൂടിയിട്ടാണ് കൊടുക്കുക. മോസ്റ്റ് ഓഫ് ദ AC വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സർവീസസ്, റിപ്പയർസ് പുറത്ത് ചെയ്യുന്നവരും അങ്ങനെയാണ് കൊടുക്കുക. പക്ഷെ ഒരു കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂവിൽ അതെല്ലാം കൂടെ വരുമ്പോൾ ഒരു ഹ്യൂജ് കോസ്റ്റ് വരും. സോ അവരെപ്പോഴും പറയും ബാക്കിയുള്ളത് ഫ്ലഷ് ചെയ്തിട്ടാൽ മതി, കംപ്രസർ മാത്രം പുതിയത്. പക്ഷെ ഇവൻച്വലി എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ലൈൻസിനകത്തുള്ള കുറെ മെറ്റൽ പാർട്ടിക്കിൾസ് ക്ലീൻ ചെയ്താലും പോവില്ല. പലപ്പോഴും കണ്ടൻസറിനകത്ത് അല്ലെങ്കിൽ കൂളിംഗ് കോയിലിനകത്ത് ട്രാപ്പ് ആയി കിടക്കും. ഗ്രാജുവലി ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഒരു 6 months 7 months ഒക്കെ കഴിയുമ്പോഴായിരിക്കും ഇത് ഇറങ്ങി വന്ന് വീണ്ടും ഈ കംപ്രസർ ഫെയിലിയർ. ആ സമയത്ത് നമ്മൾ വീണ്ടും ഈ കംപ്രസർ മാറേണ്ടി വരും, പ്ലസ് ഈ പറയുന്ന കോമ്പോണൻസ് എല്ലാം തന്നെ മാറേണ്ടി വരും. അതുപോലെ തന്നെ AC നമ്മൾ ചെയ്യുമ്പോൾ വർക്ക്സ്മാൻഷിപ്പിനും അതുപോലെ തന്നെ എല്ലാ വർക്കിനും ഉണ്ട്, ബട്ട് ഇതിലും വളരെയധികം വർക്ക്സ്മാൻഷിപ്പിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വർക്ക്. ക്ലീനിങ് പ്രോപ്പർ അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആള് ആ ഒരു സീരിയസ്നെസ്സോടുകൂടി ആ ഒരു എഫിഷ്യന്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് അത് ക്ലീൻ ആണെന്നുള്ളത് ഉറപ്പ് വരുന്നത്, അത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ.